പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ സ്പിരിച്വൽ മോർസസിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പ് മാർച്ച് 8 ലോകം മുഴുവനും ഇൻ്റർനാഷണൽ വിമൻസ് ഡേ, ലോക വനിതാ ദിനം ആഘോഷിക്കുമായിരുന്നു. ഈ ഒരാഴ്ച മുഴുവനും ലോകത്തിൽ പല സ്ഥലങ്ങളിൽ ഇൻ്റർനാഷണൽ വിമൻസ് വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞാനും ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ സഹോദരിമാരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ഈ മാസത്തെ വിഷയം എന്ന് പറയുന്നത് മനുഷ്യനെയല്ല ദൈവത്തെ ഭയപ്പെട്ട് നിങ്ങളുടെ വാഗ്ദത്തം പ്രാപിപ്പീൻ എന്നാണല്ലോ. ദൈവവചനത്തിലും മനുഷ്യനെ ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച ചില സഹോദരിമാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എസ്തറിനെ നോക്കിയാൽ അവൾ ദൈവത്തെ ഭയപ്പെട്ടു, മനുഷ്യനെ ഭയപ്പെട്ടില്ല. അത് കാരണം ഒരു എൻറ്റയർ സാമ്രാജ്യത്തിൻ്റെ സ്റ്റോറി അവൾ മാറ്റി എഴുതുകയാണ്. അതുപോലെ തന്നെ ദെബോറയെ നോക്കിയാൽ അവൾ ദൈവത്തെ ഭയപ്പെടുന്നവളായിരുന്നു, മനുഷ്യനെ അവൾക്ക് ഭയമില്ലായിരുന്നു. അത് കാരണം അവൾ ഒരു എൻറ്റയർ രാജ്യത്തിൻ്റെ സ്റ്റോറി മാറ്റി എഴുതി. അതുപോലെ തന്നെ നമ്മൾ അബിഗയിലിനെ കാണുന്നു. അവൾ മനുഷ്യനെ ഭയപ്പെട്ടില്ല, പക്ഷെ അവൾ ദൈവഭയമുള്ളവളായിരുന്നു. അത് കാരണം ഒരു എൻറ്റയർ കുടുംബത്തെ അവൾ രക്ഷിക്കുന്നു. യഹോവയെ ഭയപ്പെട്ടാൽ മതി, മനുഷ്യനെ ഭയപ്പെടരുത്, അല്ലെ സാഹചര്യങ്ങളെ ഭയപ്പെടരുത് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകപ്രകാരം ഉള്ള പഠിപ്പീരും വചനപ്രകാരം ഉള്ള പഠിപ്പീരും തമ്മിൽ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ദർ ഈസ് എ ഡിഫറൻസ്, ഒരു ഫൈൻ ലൈൻ നമ്മൾ വരയ്ക്കേണ്ടത് ആവശ്യമാണ്. ലോകപ്രകാരം നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് വളരെയധികം അഹങ്കാരമുണ്ട്, ധിക്കാരം വരും, ഒരു പ്രൈഡും ആരഗൻസും ഒക്കെ വരും. പക്ഷേ മനുഷ്യനെ ഭയപ്പെടാതെ യഹോവയെ ഭയപ്പെട്ട് ജീവിക്കുന്ന സഹോദരിമാർ ബൈബിൾ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ അവർ ബുദ്ധിയുള്ളവരും താഴ്മയുള്ളവരുമാണ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കുവാൻ. നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ ലോകം മുഴുവനും ഒരു പ്രത്യേക തരം ഭയം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൊറോണ വൈറസിൻ്റെ ഭയം. അപ്പം ഭയപ്പെടരുത്, ഈ സിറ്റുവേഷനെ ഭയപ്പെടരുതെന്ന് നമ്മൾ പറയുമ്പോൾ വചനപ്രകാരം ബുദ്ധിയുള്ളവരായിരിക്കണം. അല്ലാതെ ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട് എനിക്കൊന്നും വരത്തില്ല എന്നുള്ള ഒരു അഹങ്കാരം നമ്മുടെ ഉള്ളിൽ വരാതെ ബുദ്ധിപൂർവം അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം. അത് സത്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഭയം നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ബൈബിളിൽ നിന്ന് 2 സ്ത്രീകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ പേരാണ് ഷിപ്രയും പൂവായും. ഇവരാരാ അല്ലേ? ഇവരെ പറ്റി ബൈബിളിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വെറും 2 വാക്യങ്ങളും കൊണ്ടാണ്. പക്ഷേ ഇവരാണ് ശരിക്കും പറഞ്ഞ ഹിസ്റ്ററിയെ മാറ്റി മറിച്ച് എഴുതിയ 2 സ്ത്രീകൾ. ഇവരാരാണെന്ന് ചോദിച്ചാൽ പുറപ്പാട് പുസ്തകം ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഇബ്രാനിയ മിഡ്വൈഫ്സ് ആണ്. അവരെ ഫറോൻ പേഴ്സണലി വിളിച്ചിട്ട് അവരോടൊരു കമാൻഡ് കൊടുക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കണം, അല്ലെ നിങ്ങൾ ഇങ്ങനെ ചെയ്യും. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് അവർ ദൈവഭയം ഉള്ള സ്ത്രീകളായതുകൊണ്ട് അവർ ഫറോൻ പറഞ്ഞത് ചെയ്തില്ല. അവിടെ ധിക്കാരം കാണിച്ചില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ അതാണ്. അവർ ധിക്കാരം കാണിച്ചില്ല. ഫറോൻ അവരെ വിളിക്കുമ്പോൾ അവർ വളരെ പൊളൈറ്റായിട്ട് സൗമ്യതയോടുകൂടി ബുദ്ധിപൂർവം ഒരു ഉത്തരം കൊടുക്കുന്നു. നമ്മൾ സഹോദരിമാർ പഠിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ മനുഷ്യനെ ഭയപ്പെടരുതെന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ അഹങ്കാരം വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ സ്ത്രീകളെ പോലെ സൗമ്യതയോടുകൂടി ബുദ്ധിപൂർവം വേണം നമ്മൾ പെരുമാറുവാൻ. അവിടെ നമ്മൾ മുൻപോട്ട് വായിക്കുമ്പോൾ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർ ദൈവഭയം ഉള്ളവരായതുകൊണ്ട് ദൈവം അവർക്ക് കുടുംബവർധന നൽകി എന്നാണ് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ഗോഡ് ഗേവ് ദം ഫാമിലീസ് ഓഫ് ദെയർ ഓൺ. അതായത് അവരുടെ ഉള്ളിലൊരാഗ്രഹമുണ്ട്, ഞങ്ങൾക്കും ഒരു കുടുംബം വേണം. ആ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു കൊടുത്തു. അവരുടെ ഫാമിലി ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നെ കേൾക്കുന്ന ഓരോ സഹോദരിമാരോടും ഞാൻ പറയട്ടെ, ചിലപ്പോൾ നിങ്ങൾ ഒരു കുടുംബജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാകാം. നിങ്ങൾ ദൈവഭയം കാത്തു സൂക്ഷിച്ച് ജീവിച്ചാൽ നല്ലൊരു കുടുംബം ദൈവം നിങ്ങൾക്ക് തരും. അതല്ല, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന അമ്മമാരാകാം, സ്വന്തം കുടുംബത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സഹോദരിമാരാകാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവഭയം കാത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം ജീവിച്ചാൽ ദൈവം നിങ്ങളെ മാനിക്കും. പ്രോവേർബ്സ് 31 ഒരു സഹോദരിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അവളുടെ ക്യാരക്ടറിനെ നന്നായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവളുടെ പേരവിടെ പറഞ്ഞിട്ടില്ല.
ഞാൻ വിശ്വസിക്കുന്ന അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഈ എസ്തറിനെ കുറിച്ച് വായിക്കുമ്പോൾ, ദെബോറയെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ പറയും, ഓ അത് അവരുടെ സ്റ്റോറിയാണ്, എൻ്റെ സ്റ്റോറി അങ്ങനെ ആവത്തില്ല, ഞാൻ ഡിഫറെൻറ്റാണ്. പക്ഷേ ഈ പ്രോവബ്സ് 31 വുമൻ്റെ പേര് അവിടെ എടുത്തു പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നിങ്ങളുടെയും എൻ്റെയും നമ്മളുടെ ഓരോരുത്തരുടെയും പേര് വെച്ചിട്ട് വേണം നമ്മളത് വായിക്കാൻ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം പറയുന്ന, കുഞ്ഞെ ഇത് ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്, ഇവിടെ നീ നിൻ്റെ പേര് വെച്ച് വായിക്കും. ഇവിടെ പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ പേര് എനിക്ക് എടുത്ത് പറയാനല്ല, ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്യാരക്ടറാണ്, ഞാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടർ. ആ പ്രോവബ്സ് 31-ന്റെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. Charm is deceitful and beauty is vain, but a woman who fears the Lord is to be praised. വരുന്ന ദിവസങ്ങളിൽ നമുക്കെല്ലാവർക്കും ദൈവഭയം ഉള്ള സഹോദരിമാരായിട്ട് ജീവിക്കാം. അങ്ങനെ ജീവിച്ചാൽ വചനം പറയുന്നത് പ്രശംസ നമ്മളെ തേടി വരും. ഗോഡ് ബ്ലെസ് യു.